സുറുമക്കണ്ണിണയാ ഹായ് മൈലാഞ്ചി കൈവിരല മൊഞ്ചുള്ള മാപ്പിളപ്പാട്ടിന്റെ ഈണങ്ങൾ നെയ്തൊരു പട്ടുറുമാ തങ്കക്കിനാവുകളാ ഹായ് ഹായ് താളത്തിൽ പാടുകയാ മണിമഞ്ചത്തിൽ മൈക്കണ്ണി മഞ്ചത്തിൽ കഞ്ചത്തിൽ പാടുന്ന പാട്ടുറുമാ വ്രതാനുഷ്ഠാനത്തിന്റെ 30 ദിനരാത്രങ്ങൾ. ഈ പുണ്യനാളിൽ നീ ചെയ്ത സൽക്കർമ്മങ്ങൾക്ക് പ്രതിഫലം 70,000 ഇരട്ടിയാണെന്ന് അള്ളാഹു പറഞ്ഞു. അതാ മൈലാഞ്ചി പൊട്ടുപോലെ മാനത്ത് ചന്ദ്രക്കല തെളിഞ്ഞു വന്നു. ചെറിയ പെരുന്നാളിന്റെ ആഘോഷമായി തക്ബീർ ധ്വനി എങ്ങും മുഴങ്ങുന്നു. ഏവർക്കും ഇന്നത്തെ പട്ടുറുമാലിലേക്ക് സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. വെൽക്കം ബാക്ക് ടു ഗേറ്റ്വേ ബ്യൂമോൺസ് പട്ടുറുമാൽ. നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗേറ്റ്വേ ബ്യൂമോൺസ് ഹെയർ ഫിക്സിംഗ്, പ്രസന്റഡ് ബൈ മലബാർ TMT. ഉരുക്കിനവെല്ലും ഉൾക്കരുത്ത്. പട്ടുറുമാലിന്റെ ഇന്നത്തെ പ്രത്യേകത, ഇന്ന് നമുക്ക് മത്സരങ്ങളില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് ചെറിയ പെരുന്നാളാണ്. അപ്പൊ നമ്മൾ ചെറിയ ആഘോഷങ്ങളല്ല, വലിയ ആഘോഷങ്ങളാണ്. വലിയ ആഘോഷങ്ങൾ എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ മാത്രം ഇവിടെ നിന്നിട്ട് എന്താ ആഘോഷം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾക്ക് ആഘോഷിക്കാൻ വേണ്ടി നമ്മളുടെ ജഡ്ജസിനെയും ഗ്രൂമേഴ്സിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രേക്ഷകർക്കൊക്കെ വളരെയധികം സന്തോഷമായി കാണും. നമ്മളുടെ സ്ഥിരം കാണുന്ന മുഖങ്ങളും സ്ഥിരം കാണാത്ത മുഖങ്ങളും എല്ലാവരും ഇവിടെ ഉണ്ട്. നമുക്ക് ചെറിയ പെരുന്നാളിന്റെ വിശേഷങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്താ ബഷീർക്ക? ആദ്യമായിട്ട് നമ്മളുടെ സീനിയർ മോസ്റ്റ് ഫിറോസ്ക്ക പറയൂ, എന്താണ് ചെറിയ പെരുന്നാൾ വിശേഷങ്ങൾ? ആദ്യമായി ഞാൻ പട്ടുറുമാലിൻ്റെ, കൈരളിയുടെ, മാപ്പിളപ്പാട്ടിൻ്റെ ലോകത്ത് ഉള്ള എല്ലാ പ്രേക്ഷകർക്കും, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഞങ്ങളെ തുടക്കം മുതൽ ഇന്ന് വരെ ഞങ്ങളുടെ കുട്ടികളെ, ഞങ്ങളെല്ലാവരെയും നിരന്തരം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മാപ്പിളപ്പാട്ടിനെ ഇങ്ങനെ ഉള്ളം കയ്യിൽ വെച്ച മാപ്പിളപ്പാട്ട് പ്രേക്ഷകർക്ക് എല്ലാവർക്കും, പെരുന്നാൾ ആഘോഷിക്കുന്നവർക്കും അതിൽ പങ്കാളികളാവുന്നവർക്കും എല്ലാ പെരുന്നാൾ ആശംസകളും മനസ്സിൻ്റെ അടിത്തട്ടിൽ നൽകുകയാണ്. വരദ ചെറിയ പെരുന്നാളിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് കലാവിശേഷങ്ങൾ കൂടാതെ റംസാൻ ഒരു മാസത്തെ ത്യാഗപൂർണമായ ലോക മുസ്ലിം ജനതയുടെ വ്രതാനുഷ്ഠാനം അല്ലേ, ഭക്ഷണം ഉപേക്ഷിച്ച് പ്രാർത്ഥനയും ദാനധർമ്മങ്ങളുമായിട്ട് നമ്മൾ കഴിയുന്ന ഒരു മാസം. അപ്പോൾ ആ മാസത്തിലൊക്കെ കലാകാരൻ എന്ന നിലയിൽ എന്നെ സംബന്ധിച്ച് മറ്റു തിരക്കുകളൊന്നുമില്ല, ഒരു തിരക്കുകളുമില്ല. പ്രിപ്പറേഷൻ കാണും നമ്മളെ സംബന്ധിച്ച്. നമുക്ക് മറ്റു പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള പ്രിപ്പറേഷൻ, അത് കഴിഞ്ഞ് പെരുന്നാളിലേക്ക് പ്രവേശിച്ചാൽ ഇപ്പോൾ മാസം ഇങ്ങനെ കാണുന്നത്, മാസം കാണുക എന്നാണല്ലോ പറയുന്നത്. മാസം കാണുന്നത്, ചന്ദ്രക്കല കാണുന്നത് ഇങ്ങനെ. അത് കുട്ടിക്കാലത്തൊക്കെ പെരുന്നാളെന്ന് പറയുമ്പോൾ ആ ചന്ദ്രക്കല എവിടെന്നെങ്കിലും ഒരു വിളി കേട്ടാൽ മതി. മാസം പണ്ട് എനിക്ക് എൻ്റെ ഓർമ്മയിൽ ഞങ്ങളുടെ നാട്ടിൽ പല സ്ഥലത്തത് പല രീതിയിലാണ്. ഞങ്ങളുടെ നാട്ടിലൊരു വിളിയായിരുന്നു അത്. കാരണവന്മാരിങ്ങനെ കടപ്പുറത്ത് ബീച്ച് ഏരിയ എന്നൊക്കെയാണ് ആ വിളി കേൾക്കുക. അതായത് മാസം കണ്ടേ പൂയ് എന്നാണ് ആ വിളി. അങ്ങനെയാണ് ഞങ്ങളുടെ ഭാഗത്തൊക്കെ ആ വിളി വരിക. അത് കൂക്കിട്ട് അറിയിക്കുക എന്നുള്ളതാണത്. അങ്ങനെ ആ വിളി വന്നു കഴിഞ്ഞാൽ പിന്നെ ആഘോഷമാണ്. അപ്പോൾ കുട്ടിക്കാലത്ത് ആദ്യത്തെ ഓട്ടം ഇവിടേക്കായിരിക്കും. വെറുതെ പറയാൻ പറ്റുമോ? പടക്കം. കുട്ടിക്കാലം ഞാൻ പറയുന്നത്. അതിൻ്റെ മറ്റ് കാര്യങ്ങളൊന്നും അറിയാത്തൊരു സമയത്ത് ആ വാങ്ങി വെച്ച പടക്കം വാങ്ങിയിട്ട് പെരുന്നാളിൻ്റെ ഒരു ഇത് അറിയിക്കുകയാണ് എല്ലാവരെയും. അത് കഴിഞ്ഞു, ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു വന്നു. ഇപ്പോൾ പിതാവായി, ഇപ്പോൾ മക്കളുടെ ആ ആഘോഷം അവർക്കൊക്കെ ഇത് വാങ്ങിക്കൊടുത്ത് അവർ ഉടുപ്പൊക്കെ ഇട്ട് പുറത്തു പോകുന്നതും, പിന്നെ നമ്മളെ സംബന്ധിച്ച് രാവിലെ ഒരു നമസ്കാരം, പെരുന്നാൾ നമസ്കാരം. പിന്നെ അതൊരു വെള്ളിയാഴ്ചയാണ് പെരുന്നാൾ വരുന്നതെങ്കിൽ അന്ന് സാധാരണയുള്ള ജുമാ നമസ്കാരവും കാണും, പെരുന്നാളിൻ്റെ നമസ്കാരവും പ്രത്യേകിച്ച്. അത് കഴിഞ്ഞാൽ മറ്റ് വീട്ടിലെ കാര്യങ്ങൾ, ഭക്ഷണവും കാര്യമൊക്കെ കഴിഞ്ഞ് അതിഥികൾ വരും. പ്രത്യേകിച്ച് എന്നെയൊക്കെ സംബന്ധിച്ച് കലാകാരൻ എന്ന നിലയിൽ ക്രിസ്ത്യൻ, ഹിന്ദു സുഹൃത്തുക്കളെ ഞാൻ ഒരുപാട് ക്ഷണിക്കും. അതൊരു വലിയ സന്തോഷമാണ്. മറ്റുള്ളവരുടെ വീട്ടിലൊക്കെ ആഘോഷമുണ്ട്. എന്നിട്ട് ഒന്നിച്ചുകൂടി ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു കുഞ്ഞു മയക്കം കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്കൊക്കെ യാത്രയായി. എല്ലാവർക്കും 3 മണി കഴിഞ്ഞാൽ പിന്നെ കലാകാരനെ സംബന്ധിച്ച് ഒരു മെഗാ പ്രോഗ്രാം ആയിരിക്കും സ്വാഭാവികമായിട്ടുണ്ടാവുക. അതിനൊക്കെ പുറപ്പെട്ട് കഴിഞ്ഞാൽ ബന്ധുവീട് സന്ദർശിക്കും. അത് 2ാമത്തെ ദിവസം. പിന്നെ സിസ്റ്റർമാരൊക്കെ ഇങ്ങോട്ട് വരും, മറ്റ് അടുത്ത വീടുകളൊക്കെ സന്ദർശിക്കും. അടുത്ത വീടുകളിലേക്കൊക്കെ ഭക്ഷണം വിതരണം ചെയ്യും, പായസം വിതരണം ചെയ്യും. ഇപ്പോൾ പിന്നെ പായസമൊക്കെ പോയി. ഇപ്പോൾ എന്താ പറയുക, മറ്റ് വേറെ സംഗതികളൊക്കെ ഉണ്ട്, പുതിയ കുട്ടികൾ പറയുന്ന പേരുകളൊക്കെ.
ഫ്രൂട്ട് സലാഡ് സാധനങ്ങളൊക്കെ മാറിക്കഴിഞ്ഞു പണ്ടത്തെ രീതിയിലൊക്കെ. അങ്ങനെ സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതാണ് എന്നെയൊക്കെ സംബന്ധിച്ച് പെരുന്നാളിൻ്റെ ഒരു ഓർമ്മ എന്ന് പറയുന്നത്. വളരെ വലിയ ഒരു സന്തോഷമുള്ള, കാരണം ചെറിയ പെരുന്നാൾ ബലി പെരുന്നാളിനേക്കാൾ സന്തോഷമാണ്. ബലി പെരുന്നാൾ പ്രതീക്ഷിച്ചിരിക്കുന്നതാണ്. ചെറിയ പെരുന്നാൾ റംസാൻ കഴിഞ്ഞ് വരുന്ന ഒരു സംഗതി ആയതുകൊണ്ട് അതിന് വലിയൊരു പ്രാധാന്യമുണ്ട്. എന്തായാലും നല്ല നല്ല അനുഭവങ്ങളൊക്കെ ഇക്ക പങ്കുവെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ആളുടെ അനുഭവത്തിലേക്ക് കിടക്കാം. നജീമിക്ക. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ. വളരെ സന്തോഷമുണ്ട്. പട്ടുറുമാലിനോടൊപ്പം പെരുന്നാൾ ആഘോഷിക്കാൻ പറ്റിയത് വളരെ സന്തോഷം. പിന്നെ എൻ്റെ പെരുന്നാൾ ആഘോഷം ഇപ്പോൾ പ്രോഗ്രാംസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ ഉമ്മച്ചിയുടെ മട്ടൻ കറിയൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് മെയിൻ ഒരു കാരണം. പണ്ട് മെയിനായിട്ടും ഫുഡാണ്, വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണമാണ് ഫുഡ് അട്രാക്ഷൻ. ഉമ്മച്ചിയുടെ മട്ടൻ കറിയൊക്കെ. പിന്നെ എന്താണെന്ന പരിശുദ്ധ മാസമാണ്. എല്ലാവരും ഭക്തിയുടെ നിറവിലായിരിക്കും. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത് എപ്പോഴും 365 ദിവസം നമ്മൾ ഭക്തിയിലായിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ബാക്കിയുള്ള ദിവസം മൊത്തം ആൾക്കാർ ഉള്ള പാപങ്ങളൊക്കെ ചെയ്തിട്ട് ഈ മാസമാണ് ഈ റിഗ്രറ്റ് ചെയ്യുന്നത്. പക്ഷെ അതിനുള്ള വക വയ്ക്കാതെ എല്ലാ മാസവും ഇതുപോലെ കണക്കാക്കി നന്മ ചെയ്യുക, നല്ല പ്രവൃത്തി ചെയ്യുക. താങ്ക് യു നജീമിക്ക. സജിലയുടെ വിശേഷങ്ങളിലേക്ക്. എല്ലാ കരുണ TV പ്രേക്ഷകർക്കും എൻ്റെ ഈദ് മുബാറക്. പെരുന്നാളെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ എല്ലാ സിംഗേഴ്സും എനിക്ക് തോന്നുന്നില്ല പെരുന്നാളിന് നാട്ടിലുണ്ടാവാൻ പറ്റും എന്നുള്ളത്. കാരണം എല്ലാവരും ഗൾഫ് കൺട്രീസിലായിരിക്കും മിക്കപ്പോഴും ഉണ്ടാവാറ്. പിന്നെ എനിക്ക് എൻ്റെ പെരുന്നാളെന്ന് പറയുമ്പം എനിക്ക് നാട്ടിൽ ഞാൻ പാടാൻ തുടങ്ങിയതിന് ശേഷം ഒരു പെരുന്നാളും മറ്റാണ് ഞാൻ വീട്ടിലുണ്ടായിട്ടുള്ളൂ. ബാക്കി എപ്പോഴും ഗൾഫിൽ തന്നെയാണ്. ഇപ്പം തന്നെ നമ്മളുടെ ഈ പട്ടുമാലിൻ്റെ ഇവിടുത്തെ ആഘോഷം കഴിഞ്ഞിട്ട് ഞങ്ങൾ പോവുകയാണ്. ഞങ്ങളെന്ന് വെച്ചാൽ ഞാനും കമറുക്കയുടെ ഓർക്കസ്ട്ര ടീമും ദുബായിലേക്ക് പോവുകയാണ്. അവിടെയാണ് നമ്മളുടെ ഇവിടുത്തെ ആഘോഷം കഴിഞ്ഞിട്ട് അവിടെയാണ് ആഘോഷിക്കാൻ പോകുന്നത്. സത്യം പറഞ്ഞാൽ നജീമിന് മട്ടൻ കറി മിസ് ചെയ്യുന്ന പോലെ എനിക്ക് എൻ്റെ ഉമ്മാൻ്റെ ബിരിയാണി മിസ് ചെയ്യാറുണ്ട്. പിന്നെന്താ പറയുക, ഇതൊക്കെ തന്നെയാണ് നമ്മുടെ പെരുന്നാൾ അനുഭവം എന്ന് പറയുന്നത്. താങ്ക് യു സജില. ഇപ്പൊ നമ്മളുടെ ജഡ്ജസിന്റെ വിശേഷങ്ങളൊക്കെ കേട്ടു. ഇനി നമ്മുടെ 2 ഗ്രൂമേഴ്സ് ഉണ്ട്. നമുക്ക് അഷ്റഫിക്ക എന്ന് തുടങ്ങാം. അഷ്റഫിക്ക. എല്ലാവർക്കും എൻ്റെ ചെറുപെരുന്നാൾ ആശംസകൾ. ഇപ്പോൾ ചെറുപെരുന്നാളുടെ വിശേഷങ്ങളൊക്കെ അവർ പറഞ്ഞു. എനിക്ക് പറയാനുള്ളത്, എനിക്ക് ഓർമ്മ വരാൻ ചെറുപ്പത്തിൽ എൻ്റെ ഒപ്പയുടെ കൈ പിടിച്ച് പള്ളിയിൽ പോകുന്നത്, അതിൽ തക്ബീർ ചൊല്ലുന്നത്, പിന്നെ നമസ്കാരം കഴിഞ്ഞ് വീട്ടിലെത്തി പിന്നെ വിഭവങ്ങളാണ് ആ കാലത്ത്. എന്നൊക്കെ ബിരിയാണി നെയ്ച്ചോറെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. ഇന്നിപ്പോൾ എല്ലാവർക്കും പെരുന്നാളാണ്. എല്ലാവരും പെരുന്നാളെന്ന് പറയുമ്പോൾ അതിൽ വ്യത്യാസമായിട്ട് നമസ്കാരമല്ല എന്നുള്ളൂ. ഇന്നും നമ്മൾ പെരുന്നാൾ. പിന്നെ ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പട്ടുറുമാലിൻ്റെ ഈ പ്ലാറ്റ്ഫോമിൽ ഇതെൻ്റെ ആദ്യത്തെ ഒരു അനുഭവമാണ്. ഇതിനാണ് ഏറ്റവും വലിയ എൻ്റെ അനുഭവം ചെറുപെരുന്നാളിൻ്റെ. താങ്ക് യു ഇക്ക. ബഷീർക്ക. എല്ലാ കൈരളി പ്രേക്ഷകർക്കും എല്ലാ ലോകത്തും നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഈദ് മുബാറക് പറയുന്നു. എൻ്റെ നാട്ടിൽ ക്യാമറ നോക്കി സംസാരിക്കാൻ പഠിച്ചത് എൻ്റെ നാട്ടിലൊരു പ്രാദേശിക ചാനലുണ്ട്. അവിടെ ചെറിയ ചെറിയ പ്രോഗ്രാംസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഞാൻ. അപ്പോൾ ഒരു ദിവസം എന്നെ പെരുന്നാൾ ദിവസം പള്ളിയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു, നീ ഫ്രീ ആണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ ചാനൽ വരെ ഒന്ന് വരണം, നമുക്കൊരു സ്പെഷ്യൽ പ്രോഗ്രാം ചെയ്യാമെന്ന് പറഞ്ഞു. പാട്ടിൻ്റെ പ്രോഗ്രാമാണ്. ആൾക്കാർ വിളിച്ച് പാട്ട് ചോദിക്കുമ്പോൾ നമ്മൾ പാട്ട് പറയും. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ പ്രോഗ്രാം. 2 പാട്ട് ഞാൻ അവതരിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം 3ാമതൊരു കോള് വന്നു എനിക്ക്. ബഷീറൊക്കെ അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ശബ്ദം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ അമ്മായിയുടെ മകളുടെ മകനാണ്. അതായത് നമ്മുടെ സ്റ്റുഡിയോൻ്റെ കൊച്ചടുത്തായിട്ട് തന്നെയാണ് അവരുടെ താമസം. അപ്പോൾ ഞാൻ നമ്മുടെ ഓഡിയൻസിന് നമ്മുടെ ബന്ധുത്വം നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് ശരിയല്ല. നമ്മുടെ ബന്ധുത്വം അവിടെ പറയുന്നത് ശരിയാണ്. ഞാൻ വളരെ ഭയങ്കര ആലങ്കാരികമായിട്ട് നമസ്കാരം, പരിപാടിയിലേക്ക് സ്വാഗതം. ഇക്ക പള്ളിയിൽ പോയില്ലേ? ഞാൻ പള്ളിയിൽ പോയി. എപ്പോൾ എത്തി സ്റ്റുഡിയോയിൽ? അപ്പോൾ എനിക്ക് മനസ്സിലായി സംഭവം പണിപാളിയെന്ന്. ഇവനെ മനസ്സിലായെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ പറഞ്ഞു എത്തിയുള്ളൂ, പ്രോഗ്രാം എത്തിയുള്ളൂ. പാട്ട് കണ്ടോ? ഞാൻ പാട്ട് കണ്ടു. എനിക്കൊരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ വളരെ ഇതായിട്ട് വെച്ചു, എവിടം വരെ ഈ പെരുന്നാളാഘോഷങ്ങൾ, ഉമ്മയോടെ, അതായത് ഇത്തേ ഞാൻ ചോദിച്ചത്. ഉമ്മ അടുക്കളയിലാണ്. അപ്പോൾ ഞാൻ വെറുതെ സംസാരിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞു ഉമ്മക്ക് കൊടുക്കുമോ എന്ന് ചോദിച്ചു. അതെല്ലാ ആങ്കർമാരുടെ സ്വഭാവമാണല്ലോ. ഒരു 2 സെക്കൻഡിൻ്റെ ഗ്യാപ്പിന് ശേഷം ആ ഫോൺ അടുത്ത ആൾക്ക് കിട്ടി. അവരടുക്കളയിലാണ്, അവർക്കറിയില്ല ഞാൻ ഓൺലൈനിലാണെന്ന്. അവരെൻ്റെ അടുത്ത് ഫോൺ കൊടുത്തപ്പോൾ ആയിത്ത ഇങ്ങനെ ഫോൺ വെച്ചിട്ട് പപ്പടം കാച്ചാണ്. ബഷീറാണോ എന്ന് ചോദിച്ചു. അതെ ബഷീറാണ്. ഉമ്മർവാമടവൻ ബഷീറാണോന്ന് ചോദിച്ചു.
ഫുൾ ഓഡിയൻസ് തന്നെ ഇങ്ങനെ ഞാൻ പെട്ടെന്നൊന്ന് ചെറുതായിട്ടൊന്ന് ചളിച്ചു. അതേ, പറയൂ ഇത്ത, എന്തൊക്കെയാണ് വിശേഷം? നീ എവിടെ നിന്നാണിത്? ഞാൻ സ്റ്റുഡിയോ എന്നാണ്. നീ എന്ത് ചെയ്യണ്? ഞാൻ പ്രോഗ്രാം. എടാ, നീ ഉമ്മ ബൈക്കിൽ നിന്ന് വീണെന്ന് പറഞ്ഞിട്ട് ശരിയാണെന്ന്. അപ്പോൾ ഞാൻ സംഭവം ശരിയാണ്. എൻ്റെ ജ്യേഷ്ഠൻ്റെ കൂടെ ഉമ്മ ബൈക്കിൽ പോയപ്പോൾ ഉമ്മ ഒന്ന് മറിഞ്ഞു വീണു. അപ്പോൾ ഞാൻ വീടിൻ്റെ അവിടെ വന്നപ്പോൾ ഗേറ്റൊക്കെ അടച്ചിട്ടിരിക്കുന്നു. അപ്പോൾ കണ്ടില്ല. നീ എങ്ങനെയാണ് വന്നത്? ബൈക്കിലോ കാറിലോ? ഞാൻ പറഞ്ഞു ബൈക്കിൽ. തിരിച്ചു പോകുമ്പോൾ ഇവിടെ ഒന്ന് പോയിക്കോ, ഞാനൊരു വരിക്കച്ചക്ക തന്നു വിടാന്ന്. അപ്പോൾ എനിക്ക് ചെറിയ പെരുന്നാൾ എന്ന് പറയുമ്പോൾ ഒരു വരിക്കച്ചക്കയുടെ ഗന്ധവും ഒരു മണവും ഈ ഒരു ചമ്മലും ഒക്കെ കൂടി എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരും. ഇപ്പോഴും ഞാൻ LG വിഷനിൽ ചെല്ലുമ്പോൾ ഈ ഒരു കാര്യം ഓർക്കും. ഏതായാലും ഇത് സത്യമുണ്ടോ, നുണയല്ല, പരമപ്രധാനമായ സത്യമാണ്. എല്ലാ പ്രിയപ്പെട്ട മലയാളി പ്രേക്ഷകർക്കും പട്ടുറുമാലിൻ്റെ കൂട്ടുകാർക്കും, പിന്നെ ഈ ഒരു പട്ടുറുമാലിൻ്റെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ നജീം നമ്മുടെ കൂടെ ചേരുന്നുണ്ട്, ഒപ്പം നമ്മുടെ അഷ്റഫൊക്കെ വരുന്നുണ്ട്, നമ്മുടെ പട്ടുറുമാലിൻ്റെ ആദ്യത്തെ നമ്മുടെ അംഗമായ നമ്മുടെ വരദ ചേർന്ന്, ഇതൊക്കെ മൊത്തത്തിലൊരു സന്തോഷമാണ്. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഓർക്കസ്ട്ര, ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. എല്ലാവർക്കും ഈദ് മുബാറക്. എന്തായാലും നമ്മളുടെ ആഘോഷങ്ങൾ ഇങ്ങനെ നടക്കുകയാണ്. പക്ഷെ നമ്മൾ മാത്രമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പൂർണ്ണതയില്ലാത്ത പോലെ. ഈ ഭക്ഷണം കഴിക്കുന്നതാണോ പെരുന്നാൾ? ഭക്ഷണം കഴിക്കുന്നത് മാത്രം ഞാൻ പറഞ്ഞില്ല. പക്ഷെ നിങ്ങൾ എല്ലാവരും പറഞ്ഞ വരിക്കച്ചക്കയുടെ കഥ, മട്ടൻ കറിയുടെ കഥ, കഴിച്ച കാര്യം ഞാൻ പറഞ്ഞില്ല. നമുക്ക് ആഘോഷിച്ചു കളയാം. സംഭവം ഇവിടെ ഉണ്ട്. നോ, അത് വേണം. അത് കഴിച്ചിട്ട് അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം. സഹി കിട്ടുന്നില്ല. അത് കാണുമ്പോൾ എനിക്ക് സഹി കിട്ടുന്നില്ല. പക്ഷെ നിങ്ങളെക്കാളും കുറച്ചും കൂടെ എനിക്ക് സ്നേഹമുള്ള കുറച്ച് ആൾക്കാരുണ്ട് ഇവിടെ. നമ്മളുടെ കണ്ടസ്റ്റൻസ് വരൂ. ഇപ്പൊ നമ്മളുടെ കണ്ടസ്റ്റൻസിനും കുട്ടിപ്പട്ടുമാല കുട്ടികൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ ആർക്കാണ് നിങ്ങളുടെ അടുത്തൊക്കെ കൂടുതൽ സ്നേഹം. ഇവിടെ മധുരം കണ്ടപ്പോ ബാക്കി എല്ലാവരും കാല് മാറി. ഞാൻ മാത്രമേ നിങ്ങളെല്ലാവരും ഓർത്ത് ഇവിടെ കൊണ്ടുവന്നത്. ഓക്കെ, ഇനി അടുത്ത പ്രാവശ്യം തൊട്ട് ഒരു സഹകരണം തിരിച്ചും വേണം. അതായത് സ്റ്റേജിൽ എന്തെങ്കിലും വായ തുറന്ന് പറയണം, പ്ലീസ്. അപ്പൊ നമുക്ക് ചെറിയ പെരുന്നാളിന്റെ ആഘോഷങ്ങൾ അങ്ങോട്ട് തകർത്താലോ? തകർക്കാം. റെഡി? ഈ സൈഡിൽ ഒരു ശബ്ദവും ഇല്ല. റെഡി? അടിപൊളി. അപ്പൊ നമ്മളുടെ ജഡ്ജസും ഗ്രൂമേഴ്സും കൂടെ നമുക്ക് മധുരം വിളമ്പുന്നതായിരിക്കും. അപ്പൊ ആഘോഷങ്ങള് തുടങ്ങുകയായി. ചെറിയ പെരുന്നാളിനുള്ള വലിയൊരു സമ്മാനമായി നമ്മുടെ വേദിയിലെത്തുന്നു സജില സലീം. കൈകോട്ടും കണ്ടിട്ടുള്ള കയ്യിൽ തഴമ്പുമുള്ള കൈപ്പത്തി കൊണ്ടൊരു കിതാബും തൊട്ടിട്ടില്ല. അച്ചറ കട്ടി നടക്കും, ചക്കര കട്ടി പെട്ടക്കായി കടുക്കും തിക്കും നടന്നു നടുപൊടിക്കും. കൈകോട്ടും കണ്ടിട്ടുള്ള കയ്യിൽ തഴമ്പുമുള്ള കൈപ്പത്തി കൊണ്ടൊരു കിതാബും തൊട്ടിട്ടില്ല. അച്ചറ കട്ടി നടക്കും, ചക്കര കട്ടി പെട്ടക്കായി കടുക്കും തിക്കും നടന്നു നടുപൊടിക്കും. ആശിച്ചു പെറ്റ മാതാവും ആശ പറ്റിച്ചു വാഴും പിതാവും ഇവൻ നന്നാവും കാലം പിന്നാവു കണ്ടതു രണ്ടാം സെമിസ്റ്ററിൽ തീർന്നു. വായിക്കാത്ത മോഹം കാണുന്നു ഇവൻ കിഴക്കോട്ടിതാ മുന്നേറുന്നു. ഈ വല്ലാത്ത പഹയനു അധ്വാനം വയ്യ, നീറും പടവും വേണം. കൈകോട്ടും കൈകോട്ടും കണ്ടിട്ടുള്ള കയ്യിൽ തഴമ്പുമില്ല കൈപ്പത്തി കൊണ്ടൊരു കിതാബും തൊട്ടിട്ടില്ല. കച്ചറ കാട്ടി നടക്കും, ചക്കര കാട്ടി പെട്ടക്ക
എപ്പിസോഡിൽ നമുക്കൊരു മനോഹര ഗാനം ആലപിച്ചു തരുന്നതിനായിട്ട് നജീമയ്ക്ക് വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഇന്ന് നമുക്ക് വേണ്ടി പാടിത്തരാൻ പോകുന്ന പാട്ടിന് എന്തൊക്കെയോ പ്രത്യേകതയുണ്ടെന്ന് എനിക്കറിയാം. അത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയാമോ? ഈ പാട്ട് ഞാൻ തന്നെ പാടിയ പാട്ടാണ്. പെരുന്നാൾ റിലീസാണ്, ലേറ്റസ്റ്റ് സോങ് ആണ്. അപ്പോൾ അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഞാൻ ആദ്യമായിട്ട് പട്ടുറുമാലിൽ പാടുവാണ്. പിന്നെ ഇതിൻ്റെ സംഗീതം ചെയ്തിരിക്കുന്നത് അഫ്സൽ യൂസഫൊക്കെയാണ്. പിന്നെ റഫീഖ് അഹമ്മദൊക്കെയാണ് ഇതിൻ്റെ രചന. ഇതിന്റെ പേര് നിലാത്തട്ടം എന്നാണ് ആൽബത്തിന്റെ പേര്. ഓക്കെ, അപ്പം ഓഡിയൻസിന് ഇപ്പൊ കേൾക്കുന്ന പാട്ട്, ഇനി പാടാൻ പോകുന്ന നജീമിക്കയുടെ പാട്ട് ഇഷ്ടമാണെങ്കിൽ നിലാത്തട്ടം എന്ന ആൽബം മേടിച്ചു കഴിഞ്ഞാൽ കുറേ മനോഹരങ്ങളായ ഗാനങ്ങൾ ഉണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും നല്ല നല്ല പാട്ടുകളാണ്. ഈ പാട്ട് എന്നോടൊപ്പം പാടിയിരിക്കുന്നത് ഒരു പുതിയൊരു ആളാണ്, അന്വേഷ ദത്ത ഗുപ്ത എന്ന് പറഞ്ഞിട്ട്. അത് നോർത്ത് ഇന്ത്യയിലുള്ള സിംഗറാണ്. മലയാളത്തിൽ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ഈ പാട്ടിലൂടെ. പിന്നെ നേരെ പാട്ടിലേക്ക് പാട്ടിലോട്ട് പോവാം. ഇതെന്റെ പെരുന്നാൾ സമ്മാനമാണ്. സമ്മാനം സ്വീകരിക്കാൻ ഞങ്ങൾ എല്ലാവരും റെഡിയാണ്. താങ്ക് യു. പെരുന്നാൾ പൂപ്പൊൻ പിറ വീണ്ടും മാനത്തൊരുങ്ങി, അരുമപ്പൂമുത്തേ നീ എന്നുള്ളിൽ തിളങ്ങി. പൂവായ പൂവെല്ലാം പുന്നാരം ചൊല്ലാനായി പൂങ്കാവിൽ നിന്നെ തേടി. പെരുന്നാൾ പൂപ്പൊൻ പിറ വീണ്ടും മാനത്തൊരുങ്ങി, അരുമപ്പൂമുത്തേ നീ എന്നുള്ളിൽ തിളങ്ങി. സുറുമയോ കവിതയോ മിഴിയിടയിലെഴുതി അലസനായി വരികയായി പുതിയൊരിശലെന്നതുപോൽ മാനേ നീയൻ മൈലാഞ്ചി തോപ്പിൽ. അതു കാണാൻ ഞാനോ രാവാകും പുഴ നീന്തി. പെരുന്നാൾ പൂപ്പൊൻ പിറ വീണ്ടും മാനത്തൊരുങ്ങി, അരുമപ്പൂമുത്തേ നീ എന്നുള്ളിൽ തിളങ്ങി. അലകളോ ഞൊറികളോ മുടിയിഴയിലൊഴുകി, കസവിനാൽ കരയിടും ഒരു പുടവ മൂടി. തേനേ നാണം വാരി പൊതിഞ്ഞ് ഒരു നാളിൽ ഞാനാ പൂമയിൽ കുളിരാകും. പെരുന്നാൾ പൂപ്പൊൻ പിറ വീണ്ടും മാനത്തൊരുങ്ങി, അരുമപ്പൂമുത്തേ നീ എന്നുള്ളിൽ തിളങ്ങി. പൂവായ പൂവെല്ലാം പുന്നാരം ചൊല്ലാനായി പൂങ്കാവിൽ നിന്നെ തേടി. പെരുന്നാൾ പൂപ്പൊൻ പിറ വീണ്ടും മാനത്തൊരുങ്ങി, അരുമപ്പൂമുത്തേ നീ എന്നുള്ളിൽ തിളങ്ങി.
ഇന്നത്തെ എപ്പിസോഡിൽ ഇനി നമ്മൾ കാണാൻ പോകുന്നത് പെരുന്നാളിന്റെ മറ്റൊരു എലമെന്റ്, നമ്മളുടെ സർപ്രൈസ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ്. നമ്മളെ ഫിറോസിക്ക നമുക്ക് വേണ്ടി ഒരു മനോഹര ഗാനം, പെരുന്നാൾ ഗാനം ആലപിക്കാൻ എത്തുന്നു. ഫിറോസിക്കയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ജഡ്ജ് കൂടിയായ സജില വരുന്നുണ്ട്. മാത്രമല്ല ഗ്രൂമേഴ്സായ ബഷീറയ്ക്കെയും അഷ്റഫിക്കെയും സപ്പോർട്ട് ചെയ്യാനായി എത്തുന്നു. നമുക്ക് ആ ഗാനത്തിലേക്ക് കടക്കാം. അക്ബർ അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. മാസനിലാവ് വിരിഞ്ഞ് ഷറഫുറ്റ ഈദുൽ ഫിത്തർ തെളിഞ്ഞ് മാസനിലാവ് വിരിഞ്ഞ് ഷറഫുറ്റ ഈദുൽ ഫിത്തർ തെളിഞ്ഞ് തക്ബീർ ധ്വനികളിൽ മണ്ണിൽ മുഴങ്ങി തക്ബീർ ധ്വനികളിൽ മണ്ണിൽ മുഴങ്ങി തെളിവേറും ചെറിയ പെരുന്നാള് തുടങ്ങി തെളിവേറും ചെറിയ പെരുന്നാള് തുടങ്ങി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ശവ്വാൽ മാസനിലാവ് വിരിഞ്ഞ് ഷറഫുറ്റ ഈദുൽ ഫിത്തർ തെളിഞ്ഞ് മൈലാഞ്ചി പുള്ളികൾ പോലെ ചേലത്ത് താരം തിളങ്ങുന്നു നീളേ മാനത്ത് മൈലാഞ്ചി പുള്ളികൾ പോലെ ചേലത്ത് താരം തിളങ്ങുന്നു നീളേ അത്തർ പൂശി വരുന്നൊരു കാറ്റ് അതിമോദത്താൽ ചൊല്ലി പെരുന്നാൾ പാട്ട് അതിമോദത്താൽ ചൊല്ലി പെരുന്നാൾ പാട്ട് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ശവ്വാൽ മാസനിലാവ് വിരിഞ്ഞ് ഷറഫുറ്റ ഈദുൽ ഫിത്തർ തെളിഞ്ഞ്
വിടർന്നു, കൂപ്പിയ പൂവുകൾ കണ്ണു തുറന്നു. ചെമ്പട്ടുടുത്ത പൊൻ പുലരി പിറന്നു, ചെറിയ പെരുന്നാൾ സന്ദേശം വന്നു, ചെറിയ പെരുന്നാൾ സന്ദേശം വന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ശവ്വാൽ മാസ നിലാവ് വിരിഞ്ഞ്, ശറഫ് ഈദുൽ ഫിത്ർ തെളിഞ്ഞ്. ശവ്വാൽ മാസ നിലാവ് വിരിഞ്ഞ്, ശറഫ് ഈദുൽ ഫിത്ർ തെളിഞ്ഞ്. തക്ബീർ ധ്വനികളി മണ്ണിൽ മുഴങ്ങി, തക്ബീർ ധ്വനികളി മണ്ണിൽ മുഴങ്ങി. തെളിവേറും ചെറിയ പെരുന്നാള് തുടങ്ങി, തെളിവേറും ചെറിയ പെരുന്നാള് തുടങ്ങി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്, വലില്ലാഹിൽ ഹംദ്, വലില്ലാഹിൽ ഹംദ്, വലില്ലാഹിൽ ഹംദ്, വലില്ലാഹിൽ ഹംദ്. ഇനി നമുക്ക് വേണ്ടി പെരുന്നാൾ ഗാനവുമായി എത്തുന്നു നമ്മുടെ കുട്ടിപ്പട്ടുറുമാൽ ടീം. ഉഷയങ്ങൾ യാ ഹബീബ, ഉദിമങ്കും ത്വാവ
എത്താൻ പോകുന്നത് നമ്മളുടെ പട്ടുറുമാലിന്റെ എല്ലാമായ കണ്ടസ്റ്റൻസ് ആണ്. ഇവരെല്ലാവരും കൂടി നമുക്ക് ഒരു മനോഹരമായ വിരുന്നാണ് നൽകാൻ പോകുന്നത്. ആ വിരുന്നിലേക്ക് മാനത്ത് ശോവാനിൻ നമ്പിളി ചുണ്ടത്ത് പുഞ്ചിരി കാണുന്നല്ലോ, നല്ല പുഞ്ചിരി കാണുന്നല്ലോ. താഴത്ത് പള്ളി മീനാരത്തിൽ കൂടാരം തകുതി തോന്നിയാണല്ലോ, ഇന്ന് തകുതി തോന്നിയാണല്ലോ. മാനത്ത് ശോവാനിൻ നമ്പിളി ചുണ്ടത്ത് പുഞ്ചിരി കാണുന്നല്ലോ, നല്ല പുഞ്ചിരി കാണുന്നല്ലോ. താഴത്ത് പള്ളി മീനാരത്തിൽ കൂടാരം തകുതി തോന്നിയാണല്ലോ, ഇന്ന് തകുതി തോന്നിയാണല്ലോ.
പുഞ്ചിരി